മുഖം വാടുമ്പോ എൻ മാനം നീറുമ്പോ എൻ്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ യേശു. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ യേശു. മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണക്കിടുന്നു. പാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോ തോളിൽ വഹിച്ചിടുന്നു. ഒരു കുഞ്ഞിനെ പോ തിരുമാറിലവൻ എന്നുമെൻ ഉറക്കിടുന്നു. ഒരു കുഞ്ഞിനെ പോ തിരുമാറിലവൻ എന്നുമെന്നെ ഉറക്കിടുന്നു. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ കടന്നു പോകുമ്പോൾ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന വാക്യമാണ് വിശുദ്ധ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കേണ്ട ദൈവത്തിൻ്റെ കൃപയും സത്യവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്യമാണ്. 1-ാം വാക്യം, യോഹന്നാൻ്റെ വാക്യം പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഈ ലോകത്ത് കാണുന്ന സകലവിധ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഉരുവായത് തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വചനമാണ് യഥാർത്ഥമായി കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഈ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹൃദയത്തിൽ സത്യവും കരുണയും നിറഞ്ഞവനായ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നുവെങ്കിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം പ്രാപിച്ചിരിക്കുന്നു എന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ 1-ാം അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്നതാണ് യേശുക്രിസ്തു എന്നും യേശുക്രിസ്തുവിൻ നിറഞ്ഞിരുന്നത് കൃപയും സത്യവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മോട് ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നത് നമ്മിലും നിറഞ്ഞിരിക്കേണ്ട
ദൈവകൃപയുടെ നിറവാണെന്നും സത്യം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണമെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന പ്രസ്താവനകളാണ്. അങ്ങനെയെങ്കിൽ കൃപയും സത്യവും നിറഞ്ഞവനായി കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുവാനും ചേർന്ന് വസിക്കുവാനും നമുക്ക് കഴിയുന്നു എങ്കിൽ ആ ദൈവകൃപയും സത്യവും നമ്മിൽ കടന്നു വരുവാനും ആ ദൈവകൃപയുടെയും സത്യത്തിൻ്റെയും നിറവുള്ളവരായി നമുക്കും നമ്മുടെ ജീവിതകാലം കഴിപ്പാൻ കഴിയുമെന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപയും സത്യവും നിറഞ്ഞവരായി നമുക്കും നമ്മുടെ ജീവിതകാലം മുന്നോട്ട് കഴിപ്പാനും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിന് നമുക്ക് ദൈവത്തോട് സമർപ്പിക്കണം. അതിന് സർവ്വകൃപാലുവായ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾ കൃപ നിറഞ്ഞവരായി സത്യത്തിൽ വസിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. സത്യത്തെ വിട്ടകന്നുകൊണ്ട് തിന്മയെ അനുകൂലിക്കുന്നവരായിട്ടല്ല, തിന്മ തള്ളി സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരായി ഞങ്ങളെ തീർക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും പകരണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.